മോളെ, അച്ഛനും പിള്ളച്ചേട്ടനും കൂടി വരുന്നുണ്ട്. ആ, വരണം. വേണ്ട മോളെ, എഴുന്നേക്കണ്ട. അതല്ല അച്ഛാ, ഒരുപാട് നേരമായിട്ട് ഒരേ കിടപ്പ് തന്നെയായിരുന്നു. അച്ഛൻ ഇരിക്കെ. രാഘവേട്ട, 2 ഗ്ലാസ് ചായ എടുക്കാം, ചൂടുണ്ട്. വേണ്ട ശാരദാമ്മേ, ഒന്നും വേണ്ട. വിശപ്പും ദാഹമൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പോ പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയാ അച്ഛാ? സുഖാണോ? ഒരനുഗ്രഹം പോലെ കിട്ടി വീടാ മോളേത്. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ കിട്ടിയതിന് വലിയ ഭാഗ്യമാ. രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നത് സത്യാമ്മ അറിഞ്ഞില്ലേ? ഒക്കെ ഇതേ ഇയാളുടെ പ്ലാനാ. അവളൊരു സഞ്ചി എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ടോ, പിന്നൊട്ടും വൈകില്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. സത്യാമ്മ തിരിച്ചെത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ എത്തണം. അച്ഛൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇപ്പൊ ഇവിടോട്ട് വന്നത്? എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങി. എടി മോളെ, എന്നാലും നിന്നെ ഒന്ന് കാണാതെ എങ്ങനെ അടി വെച്ചേ? അല്ല, കേസും കാര്യങ്ങളൊക്കെ എങ്ങനാ? പോലീസുകാർ മൊഴിയെടുക്കാനൊക്കെ വന്നില്ലേ? അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ജപ്തി നടപടികളിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തണം. അതിനുവേണ്ടി തന്നെ വന്നതാ അവര്. എന്തോ ഭാഗ്യം, ആരുടെയോ പ്രാർത്ഥന. കൃത്യസമയത്ത് വിഷ്ണുവേട്ടൻ അവിടെ എത്തി. ഇല്ലെങ്കിൽ ഇപ്പൊ പടമായിട്ട് ഭിത്തിയെ കയറിയനെ. കണ്ടില്ലേ രാഘവേട്ട, ചില നേരത്ത് ഇതാ വർത്താനം. കേട്ട് നിൽക്കുന്ന നമുക്ക് വിഷമാവില്ലേ? പറഞ്ഞത് സത്യമല്ലേ അമ്മേ? പൊടിയൊന്ന്. നമ്മുടെ വീട് പോയതില് ഒരുപാട് സങ്കടം ഉണ്ടച്ചാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ.